ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് പാൽക്കപ്പയുടെ റെസിപ്പിയാണ്. ഇത് പച്ചക്കപ്പ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഈ പാൽക്കപ്പ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ എടുക്കുന്ന കപ്പ നല്ലതുപോലെ വെന്ത് വരുന്നതായിരിക്കണം, പെട്ടെന്ന് വേവുന്നതും അതുപോലെ നൂറുള്ളതെന്നൊക്കെ പറയില്ല, നല്ല പൊടിയുള്ള കപ്പയായിരിക്കണം. അപ്പോഴാണ് ഈ രീതിയിൽ പാൽക്കപ്പ ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 1 കിലോ പച്ചക്കപ്പ ഇതുപോലെ ഞുറുക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഞുറുക്കിയെടുക്കുകയാണ് നല്ലത്. ഇത് 3-4 പ്രാവശ്യം കഴുകിയ ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി കപ്പ വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇടാനായിട്ട് ഇതുപോലെ ഒരു 10-15 ചെറിയുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇനി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി ഇടാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ വേവിക്കാൻ വെച്ച കപ്പ ഒറ്റ തിളയ്ക്ക് തന്നെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമെല്ലാം നല്ല ഊറ്റിക്കളയണം, മുഴുവൻ വെള്ളം ഊറ്റിക്കളയണം. ഇനി തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉള്ളി ചതച്ചതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം ഈ കപ്പയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് കപ്പയെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പം ഇത് നല്ലതുപോലെ വെന്ത കപ്പയായതുകൊണ്ട് ഒരുവിധം എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടന്നാൽ കടിക്കാനായിട്ട് നല്ലതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇതുപോലെ ഒരു 2-2.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അത് 1-ാം പാല് 2-ാം പാലെന്നൊന്നും നോക്കിയിട്ടില്ല. എല്ലാം ഒന്നാം പാലും 2-ാം പാലും എല്ലാം ചേർത്ത് 2.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇത് ഒത്തിരി അങ്ങോട്ട് വറ്റിച്ചെടുക്കേണ്ട, തണുത്ത് കഴിഞ്ഞാൽ ഇത് കുറുകി കട്ടയായിപ്പോവും. ഈ രീതിയിൽ ഇപ്പോൾ ഞാൻ ഓഫാക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 2 വറ്റൽമുളകും 5-8 ചുവന്നുള്ളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളി മൂപ്പിച്ചത് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചത് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇപ്പം ഇതൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞു ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതുപോലെ ഇത് തണുത്ത് വരുമ്പം വല്ലാതെ അങ്ങ് കട്ടയായിപ്പോവും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഫ്ലെയിം ഓഫാക്കാനായിട്ട്. നിങ്ങൾക്കിതിപ്പോൾ തേങ്ങാപ്പാൽ ആദ്യം 2-ാം പാലിൽ വേവിച്ച് ലാസ്റ്റ് ഫ്ലെയിം ഓഫാക്കുന്നതിന് മുമ്പ് 1-ാം പാൽ ഒഴിച്ചു കൊടുത്താലും മതി. കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുകയാണ് ഇത് കഴിക്കാനായിട്ട് ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളത് ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം. നല്ല രുചിയുള്ളൊരു വിഭവമാണ് പാൽക്കപ്പ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.